ഒരിക്കലും ഇല്ല. മാധ്യമ പ്രവർത്തകർ ഇവിടുത്തെ കണ്ട റിപ്പോർട്ട് ചെയ്തതെന്നുള്ളതിൽ അവർ കള്ളം പറഞ്ഞു. ഇതിന്റെ പുറകിലുള്ള പ്രശ്നം എന്താ? മുഖ്യമന്ത്രിയുടെ നിയമോപദേഷ്ടാവായി നിയമിക്കപ്പെട്ട ദാമോദരൻ വക്കീലിനെ ആ സ്ഥാനത്ത് നിന്ന് കളയുന്നതിൽ മാധ്യമ വാർത്തകൾ വലിയ സംഭാവന നൽകിയെന്ന് ബോധ്യമുള്ള ദാമോദരൻ വക്കീൽ അദ്ദേഹത്തിന്റെ ഗുണ്ടാപ്പടകളായിട്ടുള്ള 10 200 വരുന്ന റവഡി സംഘത്തിൽപ്പെട്ട പോലീസ് വക്കീലന്മാർ, ബാക്കി 6899 എണ്ണവും പാവങ്ങളും മാന്യന്മാരും നീതിബോധമുള്ളവരുമാണ്. അവരെ അഴിഞ്ഞാടിത. ഇപ്പൊ പ്രശ്നം എന്താ? ഇന്ന് കേരളത്തിലെ ജനസമൂഹത്തിന് മുമ്പിൽ ഇത്രമാത്രം വൃത്തികെട്ട സ്വഭാവമുള്ള വക്കീലന്മാരുണ്ടല്ലോ എന്നോർത്ത് ഞടുങ്ങി നിൽക്കുക. മദ്യക്കുപ്പി വെച്ച് വലിച്ചെറിയല്ലേ? തീർച്ചയായും. എന്തായാലും ഇപ്പോൾ ഒരു ഒത്തുതീർപ്പിന്റെ സാഹചര്യം ഉരുത്തിരിഞ്ഞിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്ന, അദ്ദേഹം തന്നെ പ്രതീക്ഷ നമ്മളെ അറിയിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് എങ്ങനെ പോകും എന്നതിനെ കുറിച്ച് കൂടി നമുക്ക് ആലോചിക്കാം. ഞാൻ ശ്രീ പി സി ജോർജിലേക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ഇപ്പോൾ അഡ്വക്കേറ്റ് കൃഷ്ണദാസ് പി നായർ കൂടി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, മാധ്യമപ്രവർത്തകർക്ക് ധൈര്യത്തോടെ അഭിഭാഷകരുടെ മർദ്ദനമേൽക്കില്ല എന്ന ഉറപ്പോടെ തിങ്കളാഴ്ച ഇനി കോടതിയിലെത്താമോ? മാധ്യമപ്രവർത്തകർ എക്കാലത്തോളം ധൈര്യത്തോടു കൂടിയാണല്ലോ കോടതിയിൽ വന്നിട്ടുള്ളത്. എപ്പോഴാണ് അവർക്ക് ധൈര്യം ചോർന്നു പോയത്? അങ്ങനെ മാധ്യമപ്രവർത്തകർക്ക് ഏതെങ്കിലും സ്ഥലത്ത് ധൈര്യം ചോർന്നു പോകേണ്ട കാര്യമുണ്ടോ? അതിന് ഏതെങ്കിലും അഭിഭാഷകർ ഉത്തരവാദികളാണോ? ഏത് സമയത്തും മാധ്യമപ്രവർത്തകർക്ക് ഏത് സ്ഥലത്തും പോയി മാധ്യമപ്രവർത്തനം നടത്താനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളത് ഹർഷൻ അടക്കമുള്ള ആളുകൾക്ക് അറിയാമല്ലോ. ഞങ്ങൾ അതിനെന്താ, അഭിഭാഷകർ അതുമായി ബന്ധപ്പെട്ട് എന്താ ചെയ്തിട്ടുള്ളത്? തീർച്ചയായും ഈ ഒരു സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ തന്നെയാണ് ആ സംശയം ഉണ്ടാവുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് ഒരു ഒത്തുതീർപ്പ് ചർച്ച അവിടെ നടന്നതിന് ശേഷവും അവിടുത്തെ അഭിഭാഷകരിൽ ചിലരുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ പ്രതികരണം അല്ല ഉണ്ടാവുന്നത് എന്ന ദുഃഖകരമായ അവസ്ഥ കൂടിയുണ്ട്. എന്തായാലും ആ പ്രശ്നത്തെ വീണ്ടും ഊതിപ്പെരുപ്പിക്കാൻ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ എരികേറ്റാൻ മാധ്യമപ്രവർത്തകർ അതിന് പിന്നാലെ ശ്രമിച്ചിട്ടില്ല. പക്ഷേ അഭിഭാഷകർ ശ്രമിക്കുന്നു എന്നതിൻ്റെ തെളിവ് മാധ്യമപ്രവർത്തകർക്ക് മുന്നിലുണ്ട്. ശ്രീ ഹർഷൻ, എനിക്ക് ഹർഷനോടൊരു കാര്യമേ സൂചിപ്പിക്കാനുള്ളൂ. നിങ്ങളുടെ മാധ്യമം അടക്കം ഇന്ന് കേരളത്തിൽ കഴിഞ്ഞ 2 ദിവസങ്ങളായി ഉണ്ടായിട്ടുള്ള സാഹചര്യത്തിന് മാറ്റം വരുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ട് അഡ്വക്കേറ്റ് ജനറലിൻ്റെ നേതൃത്വത്തിൽ പത്രപ്രവർത്തക യൂണിയൻ പ്രതിനിധികളും അഭിഭാഷകരുടെ പ്രതിനിധികളും എല്ലാം ഉൾപ്പെടുന്ന ഒരു സമിതി ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. അതനുസരിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തീരുമാനിക്കേണ്ട കാര്യങ്ങൾ ഹൈക്കോടതി തീരുമാനിക്കുകയും മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി ഒരു സമിതിയും രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം ഈ തരത്തിൽ ഒരു ചർച്ച സംഘടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അവിടെ ഉണ്ടായിട്ടുള്ള ഒരു അനുരഞ്ജന സംവിധാനത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തരുത്. അല്ല, ഒരിക്കലും അങ്ങനെ നിലനിൽക്കണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അത് ആ അനുരഞ്ജന ശ്രമങ്ങൾ വിജയിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ആ അനുരഞ്ജന ശ്രമങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നത് തീർച്ചയായും ചർച്ച ചെയ്തു പോകണമല്ലോ. മാത്രമല്ല, ആ അനുരഞ്ജന ശ്രമങ്ങൾ ഒത്തുതീർപ്പിന്റെ വഴിയിലേക്ക് എവിടെയെങ്കിലും കടന്നു കയറിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടത് വിഷയങ്ങളിൽ എത്രത്തോളം തൊട്ടു ഈ ചർച്ചകൾ എന്നതുകൂടി പരിശോധിക്കുമ്പോഴാണ്. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നത്. മാത്രമല്ല, താങ്കൾ നേരത്തെ ചോദിച്ചല്ലോ ആരാണ് ആ നിലയ്ക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ മാധ്യമപ്രവർത്തകർക്ക് ധൈര്യം ചോർന്നു പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നത് എന്ന്. ഇപ്പോൾ റിൽജിൻ ജോർജ് വെളിയത്ത് എന്ന അഭിഭാഷകൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കാം. മാധ്യമവേശ്യകളുടെ ശ്രദ്ധയ്ക്ക്, മീഡിയ റൂം തുറക്കുമെന്ന് സ്വപ്നവും കണ്ട് കോൾമയിർ കൊണ്ട് ഹൈക്കോടതിയിലേക്ക് വരാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ അത്താഴത്തിന് അരിയിടേണ്ട എന്ന് വീട്ടിൽ പറഞ്ഞിട്ട് വേണം വരാൻ. പറഞ്ഞ് ശീലമില്ല, ചെയ്താണ് ശീലം. പറഞ്ഞാൽ അത് ചെയ്യും, അടിക്കുമെന്ന് പറഞ്ഞാൽ അടിക്കും, ഓർത്താൽ നന്ന്. ഇതൊക്കെ കണ്ടാൽ ഭയപ്പെടുന്ന മാധ്യമപ്രവർത്തകരും ഉണ്ടാവും. എന്തായാലും ഇതാണ് അഭിഭാഷകരുടെ, അദ്ദേഹം അവിടെ ഈ സംഘടനത്തിൽ മുൻപന്തിയിൽ നിന്നതും ചാടിത്തൊഴിക്കാൻ വിദഗ്ധനുമായ ഒരു അഭിഭാഷകനാണ്. ഇതാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അദ്ദേഹത്തെ ഭയക്കാതെ അങ്ങോട്ട് വരാമോ? എനിക്ക് ഹർഷനോട് ഈ കാര്യത്തിൽ ഒരു കാര്യമേ സൂചിപ്പിക്കാനുള്ളൂ. എരുതിയിൽ എണ്ണ ഒഴിക്കരുത്. ഹർഷൻ
നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ഫേസ്ബുക്കുകൾ പരിശോധിച്ചാൽ ആ ഫേസ്ബുക്കുകളിൽ ഇതിലും മോശമായതും ഈ നിങ്ങളിപ്പോൾ വായിച്ചു കേട്ടത് ഞാൻ കണ്ടിട്ടില്ല. മുഖ്യമന്ത്രിയുമായുള്ള ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് ശേഷം ഒരു മാധ്യമപ്രവർത്തകനും ഈ നിലയ്ക്ക് വെല്ലുവിളി നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതിനു മുമ്പും ഈ നിലയ്ക്ക് വെല്ലുവിളിക്കുന്ന ഒരു സ്വഭാവം അവിടെ ഉണ്ടായിട്ടില്ല. കാരണം അറിയാമല്ലോ, ഈ 200 അഭിഭാഷകർ അവിടെ വയലൻ്റായി നിൽക്കുമ്പോൾ 10 മാധ്യമപ്രവർത്തകരാണ് അവിടേക്ക് ചെല്ലുന്നത്. ചെന്നാൽ തല്ലുകൊള്ളുക എന്നത് മാത്രമാണ് അവിടെ ചെയ്യാൻ കഴിയുന്ന കാര്യം എന്നും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ആ നിലയ്ക്കൊരു വെല്ലുവിളി മുഖ്യമന്ത്രിയുടെ ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് ശേഷം ഉണ്ടായിട്ടില്ല. അതുണ്ടായിരിക്കുന്നത് ചുവന്ന കൊടിയൊക്കെ വെച്ച് ഡെക്കറേഷൻ നടത്തിയിരിക്കുന്ന ഈ റിൽജിൻ ജോർജ് വെളിയത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെയാണ്. ഹർഷൻ, ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചത് എരുതിയിലേക്ക് എണ്ണ ഒഴിക്കരുത് എന്നുള്ളത്. മാധ്യമപ്രവർത്തകരുടെ ഫേസ്ബുക്കുകൾ ഞാൻ കാണിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങളുടെ അഭിഭാഷകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണിക്കുന്നത്? ഈ തരത്തിൽ ചർച്ചകൾ ശേഷം വെല്ലുവിളിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് താങ്കൾക്ക് കാണിക്കാൻ കഴിയാതെ പോകുന്നത്. ഞാൻ എങ്ങനെയാ കാണിക്കാൻ കഴിയുക? ഞാൻ നിങ്ങളുടെ സ്റ്റുഡിയോയിൽ വന്ന് ചർച്ചയിൽ ഇരിക്കുന്ന സമയത്ത് എനിക്കത് കാണിക്കാൻ കഴിയുമോ? എന്താണ് ഹർഷൻ ഇങ്ങനെ ജനങ്ങളോട് പറയുന്നത്? എപ്പോഴുണ്ടെങ്കിലും അത് കാണിക്കാൻ ഞങ്ങൾ തയ്യാറുമാണ്. അത് ഇപ്പോൾ തരണമെന്നില്ല, എപ്പോൾ തന്നാലും അത് കാണിക്കാൻ ഞങ്ങൾ തയ്യാറാണ്.